2 ടേബിൾ സ്പൂൺ നെയ്യ്. ചൂടാക്കി കഴിഞ്ഞാൽ ഉള്ളി, മസാല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഉള്ളി വാടിക്കഴിയുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് വാട്ടുക. തക്കാളി ഫസ്റ്റിൽ ഉള്ളി വെക്കുക. എല്ലാം പറഞ്ഞു വെച്ചാൽ എണ്ണ ചൂടായാലും ഉള്ളി വെക്കുക. ഉള്ളി പൊരിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ഉള്ളിയെല്ലാം വെളുത്തുള്ളിയെല്ലാം അരച്ചതെല്ലാം അത് മിക്സാക്കണം. കുറച്ച് ഉപ്പുണ്ട്, അത് ഇളക്കിയിട്ട് മൂടി വെക്കണം. പട്ട, ഏലക്കായ്, കറാമ്പ് കുറച്ച് ആവശ്യത്തിനുണ്ടാവും. ഉള്ളി പൊരിഞ്ഞ് വരുമ്പോൾ ഇത് ഉള്ളിയില്ല, പകുതി ഉള്ളിയില്ല. തക്കാളി ഇടുക. ജിഞ്ചർ, പച്ചമുളക് അരച്ചത്, ഗാർലിക് അരച്ചത്, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സാക്കിയിട്ട് ഇറച്ചി ഇട്ടിട്ട് മട്ടൻ ഇട്ടിട്ട് കുറച്ച് ഉപ്പും പൊടിയും ഇതിലിട്ടാൽ ബിരിയാണി മസാല ആവും.
2 ടീസ്പൂൺ ഉപ്പ് ഇടും. അതിലെല്ലാം ആദ്യം ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതിനല്ല മല്ലിയില. മസാല വാടി വരുമ്പോൾ കുക്കർ മൂടിയതിൻ്റെ ശേഷം മട്ടൻ വേണം ഒരു 4 വിസിലടിച്ചാലേ പോകും. വെന്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളങ്ങളെല്ലാം വറ്റിച്ച് വെക്കണം. എന്നിട്ട് ലൈം ജ്യൂസ് അതിൻ്റെ മേലെ ഒഴിക്കണം. ഇറച്ചി മസാലയും ബിരിയാണി മസാല ഇതിലിടും. ഏലക്കായ്, കറാമ്പ്, പട്ട എല്ലാം പൊടിച്ചിട്ട് അതിലിട്ടാൽ ജീരകം എന്നിട്ട് മൂടി വെക്കും. ചെറുങ്ങനെ തീ കത്തിച്ച് ഉപ്പ് വെച്ചു. കൊണ്ടാണ് ഒരു ആവി വരുമ്പോൾ കുക്കറിൻ്റെ ആണി ഇട്ടാൽ 4 വിസിലടിച്ചാൽ പോയില്ല, വെന്ത് പോകും. എന്നിട്ട് ഓഫ് ചെയ്തു. നെയ്ച്ചോറ് വേഗമാവില്ല, നിർത്തി വെച്ചാൽ മതി. എന്ത് നെയ്ച്ചോറാക്കാം, അങ്ങനെ വിളിച്ചേ ഓളങ്ങനെയായിരുന്നു. അടിക്കുന്നുണ്ട 4 വിസിലോ. വിസിലായി കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ വെന്തിനോ നോക്കിയിട്ട് വേവാക്കിയെങ്കിൽ ഒന്നും കൂടെ വിസിലാക്കി. അടിച്ചത് ഇനി 2 കൂടെ അടിച്ചാൽ പോലെ മതി. 5 വേണം മട്ടനല്ലേ.
ഇതൊന്നും കണ്ടു. രണ്ടും കൂടി അടിച്ചാൽ മതി അല്ലേ? ഇത് നോക്കാം, പിന്നെ അവനെ കാട്ടണ്ട വരും. അടി പിടിക്കുന്നുണ്ട് ഇല്ല, കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ? ഇനി ഒന്നും കൂടി അടിച്ചാൽ പോലെ മതി. അടിക്കുമോ? ഒരു 50 ഗ്രാം നെയ്യ്, ഉള്ളി വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒരു 25 ഗ്രാം, ഉള്ളി പൊരിഞ്ഞ് വരുമ്പോൾ പാത്രത്തിൽ കോരി വെക്കണം. ബിരിയാണി ആയാൽ അതിൻ്റെ മേലെ മസാലയാക്കാൻ പറ്റും. അരച്ച് തുടങ്ങി. അരച്ച് നല്ലോണം വലിച്ചിട്ടുണ്ട്. ഇതാ കഴിക്കുന്നുണ്ട്, കഴിച്ചോ. തൈരെടുക്കട്ടെ, തൈരെടുക്കണം. അത് അരക്കപ്പ് തൈര്, ഇത് ലൈം ജ്യൂസാ, 1 ലൈം.
ഉള്ളി നല്ല പൊരിഞ്ഞിട്ട് ഗ്യാസ് ഇറച്ചി ഒന്ന് തിളപ്പിക്കണം. ഞാൻ ദിവസം കഴിച്ചിട്ടാണ് മട്ടൻ കണ്ടിരിക്കുന്നു. ബ്രൗൺ കളറായാലും ഉള്ളിയെടുക്കാൻ പറ്റും. വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ച് നെയ്ച്ചോറിന് വെള്ളം തിളപ്പിച്ച് വെക്കണം. 4 ഗ്ലാസ് അരി. ഒരു കിലോ അരിക്ക് 5 കപ്പ് വെള്ളം. ഓഫ് ചെയ്ത് കുറച്ച് മസാലപ്പൊടി ഇടും. മസാലപ്പൊടി ഇട്ടാൽ മതി. ബ്രൗൺ ആയിട്ട് ഇത് പൊരിഞ്ഞ് വേണം. എന്നാലാണ് നെയ്ച്ചോറായിക്കഴിഞ്ഞാൽ മസാല ഇട്ടിട്ട് ഒരു വരട്ടി ചോറിടുക. എന്നിട്ട് അതിൻ്റെ മേലെ മസാല ഇടുക. എന്നിട്ട് അണ്ടി വെച്ചതും മുന്തിരിങ്ങ വെച്ചതും ഉള്ളി വെച്ച് അതിൻ്റെ മുകളിൽ മേലെ ഇടുക. എന്നിട്ട് കുറച്ച് മസാലപ്പൊടി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ചോറിടുക. എന്നിട്ട് മുന്തിരിങ്ങ അണ്ടി ഗ്രേപ്സ് അണ്ടി വെച്ചത് ഉള്ളി വെച്ചത് എല്ലാം മേലെ വാട്ടിയിട്ട് ചോറിന് എടുത്ത് വെക്കാം. മൂടി വെക്കാം. ചോറ് ഇട്ടിട്ട് രണ്ടാം മസാല ഇട്ടതിന് ശേഷം ചോറ് നെഞ്ചു കൊടുക്കും. അത് നല്ലോണം മൂടിയിട്ട് ഒരു 20 മിനിറ്റ് സ്ലോ ആയിട്ട് കത്തിക്കും. എടുത്തില്ല ഉള്ളി പൊരിഞ്ഞ്
ഇത് ഉള്ളി വരണം. ഉള്ളിയത് വെച്ച ചോറും കടല മുന്തിരിങ്ങ അണ്ടി അണ്ടി മുന്തിരി ഫ്രൈ ചെയ്യും. ബ്രൗൺ കളറാണ്. കാഷ്യനട്ടും പൊരിഞ്ഞ് വന്നാലേ പോരാൻ പറ്റും. പൊരിഞ്ഞ ഉള്ളിയൊന്നും ഇതിലാകാൻ പാടില്ല, ചോറ് കളറാവും. അതുകൊണ്ട് തന്നെ ബിരിയാണി അരി ഇതിലിട്ട് നല്ലോണം വറക്കണം. 1 കിലോ റൈസ്, 5 കപ്പ് വാട്ടർ, തിളച്ച വാട്ടർ ഇതിലിട്ടു. ഉപ്പ് ഇടുന്നു. വറുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഇട്ടു. ഒരു ഹണ്ടി ഞാൻ കഴിക്കുന്നുണ്ട്. നല്ലോണം വറുക്കണം.
അതിൽ ടക്ക് ടക്കെന്ന് പൊട്ടും. അന്നേരം നോക്കാം. അന്നേരം വെള്ളം ഒഴിക്കാൻ പാടും. 20 മിനിറ്റ് വറക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. വെള്ളം തിളച്ച് വറ്റിക്കഴിഞ്ഞാൽ സ്ലോ ആക്കാം. ഗ്യാസ് സ്ലോ ആക്കാം. ഇത് കുറേ കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ പിന്നെ ഇളക്കി മൂടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് ഇറച്ചി മസാല ഇതിൻ്റെ മേലെ ഇടുക. കുറച്ച് ചോറ് എടുത്ത് വെക്കുക. അതിൻ്റെ മേലെ പിന്നെയും ചോറിടുക. എന്നിട്ട് മേലെ ഹണ്ടി മുന്തിരിയെല്ലാം തൂവാം. എന്നിട്ട് ഓഫാക്കിയാൽ മതി. സ്ലോ ആക്കിയിട്ട് വെക്കണം. ഗ്യാസിൻ്റെ അടിയിൽ തളവ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെക്കണം. അല്ലേ? ഓരോ ദോശക്കല്ലായിട്ടും വെച്ചാൽ ദമ്മ കാണിക്കാം. പിന്നെ ബിരിയാണിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. കുറച്ച് മസാലപ്പൊടി ഇട്ടാൽ മതി. അതിൽ കുറച്ച് വറുക്കണം. ചൂട് കാലം AC ഇടേണ്ടി വരും. അയ്യോ ശബ്ദം കേൾക്കും. ടക്ക് ടക്ക്. നന്നേരം നോക്കാം. വെള്ളം ഒഴിക്കണം. പൊട്ടി വരണം. അരി നമ്മൾ പൊട്ടണം. വെച്ചോ. 1 കപ്പ് വെള്ളം. മുഴുമുളക് 3/4 മുളക്. കുറച്ചും കൂടി ഇതിന് 3/4. ഉപ്പിടണ്ടേ? ഉപ്പിടണം. ഒന്നര ടീസ്പൂൺ വെള്ളം പറ്റണം. കുറച്ചും കൂടി വെള്ളം വേണം. കുറച്ചും കൂടി വയ്ക്കുന്നുണ്ട്. അല്ല വേണമെങ്കിൽ മൂടിക്കും. ഇത് പിന്നെ വെച്ചാൽ ലാസ്റ്റ് ഒന്നുകൂടി ചെയ്യാം. ഇതിൽ വയ്ക്കാം. അതിൽ 2 കാര്യം വെച്ചു. അത് 2 മീൻ ചോറിന് വേട്ടപ്പളം. മസാല ബിരിയാണി മസാല ഇതിലിടാൻ പോകുന്ന ചോറ് പോകുന്നേ ഉള്ളൂ. ഇതാ മേലെ ഇടാനില്ല.
ഇതിൽ മസാലപ്പൊടി ഇടും. ഇതിൽ മസാലപ്പൊടി ഇടും കുറച്ച്. എന്നാലും ഇപ്പോൾ ഇടില്ല. ഇത് മട്ടൻ മസാല. മസാല ഇതിലിടുന്നുണ്ട്. വേഗം നോക്കിക്കാം. ചൂട് കൊണ്ട് കഴിഞ്ഞു. ഇതാണ് മസാല. അല്ലേ, മസാല മതി. ഇതിൻ്റെ മുകളിലിട്ടിട്ട് കുറച്ച് ഉള്ളി പൊടിച്ചത്, കുറച്ച് ഗ്രേപ്സ് വന്നിരിക്കും. ഇതിൽ ലെമൺ ജ്യൂസ് മേലെ വെച്ചത്. ഇതിൽ മസാലപ്പൊടി, ബിരിയാണി മസാല. നെയ്ച്ചോറ് ഇതിൻ്റെ മേലെ. വേണമെങ്കിൽ കുറച്ച് ചോറ് ചെറിയ പ്ലേറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ടേസ്റ്റ് നോക്കാൻ ഞാൻ തരാം. പിന്നെ ബിരിയാണി റെഡി. എല്ലാം റെഡി. എല്ലാം കഴിച്ചോ, കഴിച്ചോ. ബിരിയാണി റെഡി. വെരി ഗുഡ് ബിരിയാണി, മട്ടൻ ബിരിയാണി. കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് വേണം.